ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ധതുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിവൈൻ ഗൈഡൻസ് ഫ്രം ദി യൂണിവേഴ്സ് ആൻഡ് യുവർ ഹയർ സെൽഫ്. നിങ്ങളുടെ ഹയർ സെൽഫും യൂണിവേഴ്സും ചേർന്ന് നിങ്ങളുടെ ജീവിത വിജയത്തിനായിട്ട് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് ജനറലായിട്ടാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത്, ജെൻറൽലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. കൂടാതെ ഏതൊരു സമയത്താണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയേണ്ട തിരിച്ചറിവുകൾ ഈ ഒരു മെസ്സേജിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതൊരു യാദൃശ്ചികമോ കോയിൻസിഡൻസോ ഒന്നുമല്ല. നിങ്ങളുടെ മുന്നിൽ ഇത് വന്നു പെട്ടിട്ടുണ്ട് എങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ മനസ്സ് തോന്നി എങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പ്രപഞ്ച സത്യങ്ങൾ ഇതിലുണ്ട്. അത് നിങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിനെക്കുറിച്ചും ഒക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ്? നമുക്ക് ഓരോ ഡെക്കിൽ നിന്നും കാർഡ്സ് എടുക്കാനുണ്ട്. സോ ലെറ്റ്സ് സീ. ഇത് അനിമൽ സ്പിരിറ്റ് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൽ നിന്നുള്ളത്. ലെറ്റ്സ് ടേക്ക് 2 cards. Okay. And bottom energy, dolphin spirit, this and that are true. ഇതും ശരിയാണ്, അതും ശരിയാണ്. പെർസ്പെക്റ്റീവ്സ് ആണ് എല്ലാം. അതാണ് പലപ്പോഴും സത്യം എന്നുള്ളത് പല ഡയമെൻഷൻസിൽ ഇരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജസ് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. We'll take 3 cards. കാർഡ്സ് എല്ലാം നമുക്ക് അവസാനം റിവീൽ ചെയ്യാം. പാഷൻ ഇഗ്നൈറ്റഡ് നമ്പർ 1 എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, ഹൈ സ്പിരിച്വൽ എനർജിയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ട്രാൻസിഷൻ, നിങ്ങളുടെ ഇന്നർ ഫയർ ഇഗ്നൈറ്റഡ് ആയിരിക്കുകയാണ്. And then we have universal guidance energy. അത് നമുക്ക് 3 cards എടുക്കാം. ഓക്കെ, ബോട്ടം എനർജി ബ്രിസ്റ്റൽ കോൺ പൈൻ ട്രീസ് ആണ് വന്നിരിക്കുന്ന ബോട്ടം എനർജി ആയിട്ട്. പൈൻ ട്രീസ് ഒരു ഗ്രൗണ്ടിങ്ങിനെ സൂചിപ്പിക്കുന്ന, ഒരു റൂട്ടിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് ലൈഫിൽ നിങ്ങളിപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കറൻ്റ്ലി ഫേസ് ചെയ്ത് പോകുന്നുണ്ട്. വളരെയധികം ഗ്രൗണ്ടഡ് ആകാൻ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഗോൾസ് മറന്നു പോകാതിരിക്കുക, സെറ്റ് ബാക്സ് ഉണ്ടായാലും അതിലൂടെ മുന്നേറുക എന്നുള്ള ഒരു എനർജിയാണ്. ആൻഡ് വിൽ ടേക്ക് ടാറോ ക്ലാരിഫിക്കേഷൻസ്. ടാറോ കാർഡ്സ് എടുക്കാം നമുക്ക്. ഓക്കെ, ഡിവൈൻ ഗൈഡൻസ് ഫോർ യു. ഓക്കെ, വി ഗോട്ട് ഫ്യൂ കാർഡ്സ്. ടെമ്പറൻസ് ബോട്ടം ബാലൻസിങ് ആണ്. ഓക്കെ, വി ഹാവ് 10 of coins, stability, 3 of wands, creativity, 5 of coins, longing, loss, 4 of swords. ഓക്കെ, ഒരു മാറ്റം അത് ലൈഫിൽ അനിവാര്യമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം ഇവിടെ എനിക്ക് വരുന്നൊരു വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോശം സമയം എന്നൊന്നില്ല. നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ ജനറലി പോകുമ്പോൾ, അതായത് ട്രഡീഷണൽ രീതിയിൽ ജ്യോതിഷം നോക്കുന്നവരുടെ അടുത്തൊക്കെ പോകുമ്പോഴോ, അല്ലെങ്കിൽ സ്വതവേ നമ്മൾ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നതാണ് എനിക്കിപ്പോൾ സമയം ഇച്ചിരി മോശമാണ് എന്നുള്ളത്. സമയത്തിന് എന്ത് മോശമാണുള്ളത്? അതാലോചിക്കൂ. ഒരാൾക്ക് ഗജകേസരി യോഗം നടക്കുന്ന സമയത്ത് ഒരാൾക്ക് 7.5 ശനി പീക്ക് ഫേസിൽ നിൽക്കുകയാണ്. അപ്പം സമയമല്ല മോശം എന്നുള്ളത്. നിങ്ങൾ ഓരോ സമയത്തും പ്രവർത്തിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമയം മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക്
ഏത് മഹാദശയും നടക്കട്ടെ, അതിൽ ഒരു അന്തർദശയായിട്ട് നിങ്ങൾക്ക് ആദിത്യനാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ അധികം ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കില്ല. ആ സമയം നിങ്ങൾ വളരെയധികം ഡ്യൂട്ടി ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ ഈഗോ, ഞാൻ എന്ന ഭാവം, അത് എല്ലാം പുറത്തു വരും. ഞാൻ സ്പെഷ്യലാണ്, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഐ വിൽ പ്രൂവ് ദ വേൾഡ് ദാറ്റ് ഐ ആം ദ പ്രൊവൈഡർ, ഞാൻ റെസ്പോൺസിബിളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ അധികം ഇമോഷണലി തളർന്നിരിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കരിയറിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ് ആ സമയം നിൽക്കുക. സൺ ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ആ മെസ്കുലൈൻ എനർജി കൂടുതൽ ഉപയോഗിക്കും. എങ്ങനെയാണ്? പ്രാക്ടിക്കൽ സെൻസിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ഷൻസ് നിങ്ങൾ എടുക്കും. അത് സ്വാഭാവികമാണ്. ആദിത്യൻ്റെ അന്തർദശ കഴിഞ്ഞാൽ അടുത്തത് ഉടനെ തന്നെ വരുന്നത് ചന്ദ്രൻ്റെ അന്തർദശയാണ്. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. മനുഷ്യൻ്റെ വികാരങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് കുറേ പൈസ അവിടെ അലമാരിയിൽ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷം കിട്ടില്ല. ആ പൈസ എടുത്ത് ചിലവാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമോ വസ്ത്രമോ അല്ലെങ്കിൽ എന്ത് കാര്യമോ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക. അതായത് നമ്മളുടെ എക്സ്പീരിയൻസുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും. അത് എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ് സീക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ വികാരങ്ങളെ നമുക്ക് അവിടെ അടക്കി നിർത്താൻ സാധിക്കുന്നുള്ളത്. സന്തോഷം എപ്പോഴും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ചന്ദ്രൻ അങ്ങനെയാണ്. പ്രണയം, സന്തോഷം, ഫൺ. അതായത് ചെറിയ രീതിയിൽ പറഞ്ഞാൽ ചന്ദ്രനൊരു ഉഴപ്പനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് എന്ത് വരും? കുറച്ചൊക്കെ ഉഴപ്പ് ആ സമയത്ത് തോന്നും. അപ്പോൾ കരിയറിൽ ഫോക്കസ് കുറയും. അതല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റികളിൽ ഒരു മടി വരും. അതല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കലാപരമായ കാര്യത്തിലേക്കൊക്കെ ഇൻട്രസ്റ്റുകൾ വന്നാലും അതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓക്കെയാണ്, അതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അത് മനസ്സിനുള്ളതാണ്. കലകൾ എപ്പോഴും നമ്മളുടെ സന്തോഷങ്ങൾക്കുള്ളതാണ്, നമ്മളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിക്കുള്ളതാണ്. പക്ഷേ അതുപോലെയല്ല എല്ലാവർക്കും പഠന വിഷയങ്ങൾ. അതിൽ ഉഴപ്പ് വരിക സ്വാഭാവികമാണ്. സമയം മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനസ്സിങ്ങനെയാണ്. അതുകൊണ്ട് എന്താണ് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ മനസ്സിൻ്റെ സഞ്ചാരം ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സീക്ക് ചെയ്യുന്നതിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ നിങ്ങൾക്ക് മികവുണ്ടാകണമെങ്കിൽ, കാരണം എക്സാം മാർച്ചിൽ വരികയാണ് പക്ഷെ ചന്ദ്രദശയാണ് എന്ന് പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് സീക്ക് ചെയ്തിരുന്നാൽ മതിയോ? പോരാ. അപ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ എഫേർട്ട് എടുക്കണം എന്ന ബോധം, എന്ന കോൺഷ്യസ്നെസ് ആണ് കൃത്യമായ ഒരു ആസ്ട്രോളജർ നിങ്ങൾക്ക് പകർന്നു തരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ചന്ദ്രദശയാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വ്യാഴം, ശുക്രൻ, രാഹു, കേതു, ചൊവ്വ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ മാനസികമായിട്ടുള്ള സഞ്ചാരമുണ്ട്. ഇതിനൊക്കെ സമയം മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എടുത്ത് നമ്മൾ ഇന്ന കാര്യം വരുമ്പോൾ ഇന്നതാണ് എന്ന് പറയുന്നത് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ക്രിയേറ്റർ നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ എല്ലാ എക്സ്പീരിയൻസും അനുഭവിക്കാനാണ്. അത് ഓരോ കാലഘട്ടത്തിലും നിങ്ങൾക്കിത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ പറയും പഠിക്കണം, പക്ഷെ ആ സ്റ്റുഡൻറ്റിന് എന്താ ജീവിതമില്ലേ? പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു തിരക്കിട്ട് ലൈഫ് സ്റ്റൈലിൽ നമ്മളത് പലപ്പോഴും ആ എക്സ്പീരിയൻസ്, ആ ജീവിതം എന്ന് പറയുന്നതിനെ ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതിയിലേക്ക് ലൈഫ് സ്റ്റൈല് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. എൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും ഞാൻ സാക്രിഫൈസ് ചെയ്യണം അവിടെ. ആ സാക്രിഫൈസ് ഞാൻ മനസ്സിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഞാൻ ഹാബിറ്റ് ഫോം ചെയ്യണം. പഠനമാണ് എൻ്റെ ഹാബിറ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, കരിയറാണ് ഇമ്പോർട്ടൻ്റ് അതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യണം. ഇതിനാണ് നമുക്ക് റുട്ടീൻസ് സെറ്റ് ചെയ്യേണ്ടത്. റുട്ടീൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ചന്ദ്രൻ വന്നാലും, ഏതൊരു രാഹു വന്നാലും, ഏതൊരു ഇല്യൂഷനിൽ പെട്ട് കഴിഞ്ഞാലും, എത്ര മൂഡ് സ്വിങ്സ് വന്നാലും ശരീരം നമ്മളെ സഹായിക്കും. നമ്മുടെ ശരീരം ശീലങ്ങളോട് വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്
ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹ്യൂമൻ ബീങ്സ് ആർ ഹാബിച്വൽ ബീങ്സ്. അപ്പോൾ ഹാബിറ്റ് നിങ്ങൾ കഷ്ടപ്പെട്ട് ഫോം ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ മറികടക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൻ്റെ ചാഞ്ചല്യത്തിനെ മറികടക്കാൻ ഈ ഹാബിറ്റുകൾ സഹായിക്കും. നമ്മുടെ ശരീരം നമ്മുടെ കൂടെ നിൽക്കും. അപ്പം അതുകൊണ്ട് റുട്ടീൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആരും പറയരുത് എനിക്ക് സമയം മോശമാണ് എന്നുള്ളത്. സമയം മോശമാണ് എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യേണ്ട എന്തോ കാര്യമുണ്ട്, അത് ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അറിയുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നില്ല, അതിൽ നിന്ന് വിഭിന്നമായി ഞാൻ സഞ്ചരിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, നമുക്കിനി ഓരോ കാർഡ്സ് റിവീൽ ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് Electric Eel Spirit, bring your ideas to life. Rabbit Spirit, now is a lucky time. Okay. Sacral Chakra vannittund, Pleasure Chakra, Finance Chakra, Wisdom 5. Okay. Namukku Hermit energy undu. Financial and materialistical changes. Okay. And then we have Ash, Burnout. കുറേ കാര്യങ്ങൾ കത്തിച്ച് കളയേണ്ടതായിട്ടുണ്ട്. എന്തായിരിക്കും അത്? മോണിറ്ററി പൈൻ വന്നിട്ടുണ്ട്, ഹോളി എനർജി. ആൻഡ് ദെൻ വി ഹാവ് 4 of Swords, 5 of Coins, 3 of Wands. ആൻഡ് ഈ ഒരു കാർഡ് നമുക്ക് ഇവിടെ വയ്ക്കാം, 10 of Coins. ഓക്കെ, സേക്രൽ ചക്ര ആൻഡ് മോണിറ്ററി പൈൻ വന്നിട്ടുണ്ട്. സോ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ എ ലോസ്, നിങ്ങൾക്കൊരു ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ നഷ്ടത്തിനെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല. ഫിനാൻസ് ഇനിയും അബണ്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കില്ല. ഒരു ട്രാൻസ്ഫർമേഷൻ അതിന് അനിവാര്യമാണ്. 5 ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ച്. നമുക്ക് ഫിനാൻസിനെ സംബന്ധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വെൽത്ത് എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം പ്രോമിനൻ്റ് എനർജി ആയിട്ട് നിൽക്കുകയാണ്. അതിന് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? എളുപ്പമാണ്, എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തു നോക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷെ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരാളുടെ പഠന രീതി അല്ലെങ്കിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറായിട്ടിരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, അയാളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവും, അയാളുടെ ഒരു കരിയർ ബിൽഡ് ചെയ്തതിൽ. അതല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ, അയാൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അയാൾ കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസിങ് മെത്തേഡ്സ്, ഇതെല്ലാം കോപ്പി ചെയ്തിട്ട് എനിക്കും ഒരു ഇൻഫ്ലുവൻസർ ആവാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ആവാൻ പറ്റില്ല. ഒരു ഇൻഫ്ലുവൻസർ ആവണമെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പം അത് അയാളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനാണ് അംഗീകാരം വരുന്നത്. ആ ഉള്ളിലെ കഴിവിന് എങ്ങനെയാണ് അംഗീകാരം ഉണ്ടാകുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുക? അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഒരു ഫാക്ടർ അവിടെ അടങ്ങിയിട്ടുണ്ട്. അതാണ് ചെയ്യുന്ന പ്രവൃത്തികളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം. അത് പറയുമ്പോഴാണ് ഒരു ഉദാഹരണമായിട്ട് ഇപ്പം നന്ദഗോവിന്ദം ഭജൻസ് വളരെയധികം ഇപ്പോൾ ഫെയിമിൽ നിൽക്കുന്ന ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു പീരീഡായിട്ട് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഇവർ എത്ര കാലങ്ങളായിട്ട്, എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഭജൻസ് എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് ഇവരിവിടെ ഉണ്ട്. പക്ഷേ ഇന്നാണ് അവർക്ക് അംഗീകാരം കിട്ടിയത്. പക്ഷെ അംഗീകാരങ്ങളില്ലാത്തൊരു കാലത്തും അവർക്ക് അതിനോടുള്ള സ്നേഹം കൊണ്ട് അവരത് കൊണ്ട് നടന്നിട്ടുള്ള വ്യക്തികളാണ് എന്ന് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടായി. ഒരു അതിശയോക്തി ഇല്ല അവർ ഇപ്പോൾ ഈ ഒരു റെക്കഗ്നൈസിങ് ഫേസിലേക്ക് അവർ വന്നതിന്. നിങ്ങൾക്ക് അവരുടെ ഒരു ട്രാവലിന് ഒരു കേസ് സ്റ്റഡി പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. കാരണം ജീവിതത്തിലെല്ലാം ഇങ്ങനെയാണ് സംഭവിക്കുക. ഇതെല്ലാവർക്കും സംഭവിക്കും, ആർക്കും സംഭവിക്കില്ല എന്നല്ല. പക്ഷെ നിങ്ങൾ എത്ര തീവ്രമായിട്ട് നിങ്ങളൊരു കാര്യത്തിനെ സ്നേഹിക്കുന്നു, അതായത് ഒരു നെയിം, ഒരു ഫെയിം, ഒരു ഫിനാൻസ് ഗെയിൻ,
ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഒരു കാര്യത്തിന് എന്നുറപ്പുണ്ടെങ്കിൽ കൂടി ആ കാര്യത്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളതിന് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് റിവാർഡ് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് യൂണിവേഴ്സ് അത് കൊണ്ടുതരും. ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ഇത് തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും സംഭവിക്കുക. നിങ്ങൾക്ക് ഒരു വ്യക്തിയെ വളരെയധികം സ്നേഹമാണ്, അവരിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അവരുടെ പ്രസൻസ് പോലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് സന്തോഷം തരുന്നുണ്ട്. നിങ്ങൾ സന്തോഷിക്കുകയാണ് അവരുടെ പ്രസൻസിൽ. അവരെ വാച്ച് ചെയ്യുമ്പോൾ, അവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അവർ കൂടെ ഇരിക്കുമ്പോൾ, അവർ ഓരോന്ന് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്കാണ് സന്തോഷം ലഭിക്കുന്നത് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നൽകിയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിങ്ങൾ സന്തോഷിക്കുന്നതിനോടൊപ്പം അവർ നിങ്ങൾക്ക് സന്തോഷം തരണം എന്ന് ആഗ്രഹിക്കുന്നിടത്ത് കണ്ടീഷൻസായി പിന്നെ അവിടുന്ന് ആ വ്യക്തി നിലനിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളിൽ നിന്ന് വിട്ടുപോകാം. അപ്പോൾ ഈ ഒരു ലോകം വർക്ക് ചെയ്യുന്നത് അൺകണ്ടീഷണൽ ലവിലാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. എല്ലാത്തിനോടും സ്നേഹം, ഒരു വ്യക്തിയോടല്ല. വ്യക്തിയോട് സ്നേഹം ഉണ്ടാകുമ്പോൾ മനുഷ്യത്വമാണ് അവിടെ കാണിക്കാൻ സാധിക്കുക, അല്ലേ? എന്നാൽ വസ്തുക്കളോട് സ്നേഹം ഉണ്ടാവുമ്പോൾ സെൽഫ് ലവാണ് അവിടെ കാണിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് സെൽഫ് ലവിൽ ഇരിക്കുമ്പോൾ സെൽഫ് ലവ് ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ എത്രയോ ഹയർ വൈബ്രേഷനിലാണ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ദൈവത്തിനോട് നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടത് സ്നേഹമാണെന്ന് പറഞ്ഞു, എന്നാൽ അത് മാത്രം മതിയോ? പോരാ, കോൺഷ്യസ്നെസ് അതിനോട് ചേർത്ത് വെക്കണം. എങ്ങനെയാണ് അത് വെക്കുക? ആറ്റിറ്റ്യൂഡിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. എനിക്കെല്ലാം ഉണ്ട് എന്ന ആറ്റിറ്റ്യൂഡല്ല, ഇനി ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന ആറ്റിറ്റ്യൂഡല്ല, ഗ്രാറ്റിറ്റ്യൂഡാണ് വേണ്ടത്. അതെങ്ങനെയാണ്? യൂണിവേഴ്സിനോട് പറയാം, ഡിയർ യൂണിവേഴ്സ്, എനിക്ക് ഈ സന്തോഷം തന്നതിന് നന്ദി. അത് ഫീൽ ചെയ്ത് പറയുക. ഒരു ദിവസം ഒരു തവണയെങ്കിലും അത് പറയുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വെഹിക്കിൾ, നിങ്ങളുടെ വണ്ടിയാണ്, നിങ്ങളുടെ കാറാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് എന്നും പറയാം. എനിക്കിഷ്ടമുള്ള, എനിക്ക് സന്തോഷം തരുന്ന ഈ ഒരു വാഹനം എനിക്ക് നൽകിയതിന് നന്ദി. അത് മനസ്സിൽ ഫീൽ ചെയ്യുക, ആ നന്ദി ഫീൽ ചെയ്യുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷൻ ആണ് നിങ്ങളിലേക്ക് വീണ്ടും 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 അബണ്ടൻസിനെ അട്രാക്റ്റ് ചെയ്യുക. ഈശ്വര ഭഗവാനെ, എനിക്കൊന്നുമില്ല, എനിക്കതൊക്കെ തരൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? വൈബ്രേഷൻ വൈസ് നഷ്ടത്തിൽ. അപ്പോൾ എന്തു പറ്റും? അടുത്ത ദിവസം അടുത്ത നഷ്ടം ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ ലൈഫിൽ. ആ കാര്യത്തെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് മുന്നിൽ നിർത്തുക. എന്നിട്ട് അതിനിങ്ങനെ നന്ദി പറയാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കിട്ടും എന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രീക്വൻസിയിൽ പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇത്രയും നല്ല ഒരു ഫാമിലി ലഭിച്ചതിന് നന്ദി. ഐ ലവ് മൈ ഫാമിലി. അതിനോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയിൽ എനിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരാൻ ഇന്ന കാര്യങ്ങളും കൂടെ എന്നിലേക്ക് വരുന്നു, അതിന് നന്ദി യൂണിവേഴ്സ്. ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം പ്രാർത്ഥനയിലും ടെക്നിക്കുകളുണ്ടെന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ടെക്നിക്സാണ്, പക്ഷെ നമ്മൾ ടെക്നിക്ക് അറിഞ്ഞിരിക്കണം. എല്ലാത്തിനും ഉണ്ടൊരു ടെക്നോളജി. എല്ലാത്തിനും ടെക്നോളജി കൊണ്ട് തരുന്നത് ആരാണ്? ശനിയാണ് തരുന്നത്. എല്ലാത്തിൻ്റെയും ടെക്നോളജി ശനിക്കാണ് അറിയുക. അപ്പോൾ നമ്മൾ ആ ടെക്നോളജി അറിഞ്ഞു കഴിഞ്ഞാൽ ശനി അങ്ങോട്ട് ഭീതിപ്പെടും. അതായത് നമ്മളുടെ ഉള്ളിലെ ശനി അങ്ങോട്ട് ഉണരുകയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മളെല്ലാത്തിനും ടെക്നോളജി പഠിക്കുകയാണ്. പക്ഷെ അതിന് അത്യാവശ്യം നല്ല ഡിറ്റർമിനേഷനും പേഷ്യൻസും ഉണ്ടായിരിക്കണം. എനിക്ക് എപ്പോഴും സന്തോഷം വേണം, എനിക്ക് എപ്പോഴും എല്ലാം ഓക്കെ ആയിരിക്കണം, എനിക്ക് മാത്രം പ്രശ്നം, ഇങ്ങനെയൊന്നുമുള്ളത് 2 വൈബ്രേഷനും ശരിയല്ല. അതിനാണ് ഈ ആഷ് കാർഡ്. ഓക്കെ, ഇത് ഹീലിങ്ങിൻ്റെ എനർജിയാണ്. നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം നമ്മൾ സാങ്കല്പികമായിട്ടുള്ള
അഗ്നിയിൽ കത്തിച്ച് കളയാണ്. നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഇമോഷൻ ഓരോന്നായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണുള്ളത്, ആ ദേഷ്യത്തിനെ നിങ്ങൾ കണ്ണടച്ചിട്ട് മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് പുറത്തെടുക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആ ക്വാണ്ടിറ്റിയെ നിങ്ങൾ ഫ്രണ്ടിൽ ഒരു ഹോമകുണ്ഡം ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക, ഒരു അഗ്നികുണ്ഡമുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ ആ അഗ്നിയിലേക്ക് നിങ്ങൾ ഇടുകയാണ്. നിങ്ങളുടെ ദേഷ്യത്തിനെ നിങ്ങൾ ആ അഗ്നിയിലേക്ക് ഇട്ടു, നിങ്ങളുടെ സങ്കടത്തിനെ നിങ്ങളെടുത്ത് അഗ്നിയിലിട്ടു. എന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക. ആ അഗ്നി കത്തി പടരുന്നത് പോലെ നിങ്ങളുടെ ഇമോഷൻസ് അതിൽ ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കും. എന്താണ് ഫയറിൻ്റെ ക്വാളിറ്റി? എന്താണ് ഫയറിലേക്ക് എന്തിട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഷേപ്പ് മാറ്റിത്തരും അല്ലേ, അതിനെ ഡിഫറെൻ്റ് ആക്കി തരും അല്ലേ. അപ്പം തീയിലേക്ക് നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ ഇടുമ്പോൾ അതിനെ ഷേപ്പ് മാറ്റി, അതിൻ്റെ എനർജി മാറ്റി പോസിറ്റീവായി ശുദ്ധീകരിച്ച് നമ്മളിലേക്ക് ഫോക്കസ് ആയിട്ടോ ഹാപ്പിനെസ് ആയിട്ടോ ഡിറ്റർമിനേഷൻ ആയിട്ടോ കറേജ് ആയിട്ടോ ഒക്കെ അത് തിരികെ തരും. അതങ്ങനെ കത്തിച്ചാരമാകുന്നത് വരെ അവിടെ കണ്ടിരിക്കുക. നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ മറികടക്കാൻ നിങ്ങളുടെ ഹീലിംഗ് ആണ് അത്. മോണിറ്ററി പൈൻ നിങ്ങൾക്ക് അവിടെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുക. അതായത് പർപ്പസാണ് നിങ്ങളുടെ. ഇത് നിങ്ങളുടെ ഗ്രൗണ്ടിങ് തന്നെയാണ്, നിങ്ങളുടെ സോൾ പർപ്പസിനെ സൂചിപ്പിക്കുന്നു. അത് മെറ്റീരിയലിസ്റ്റിക്കൽ സോൾ പർപ്പസിനെ സ്പെഷ്യലി സൂചിപ്പിക്കുന്നു. അപ്പം ഈ ഒരു ചാരം നമ്മളാക്കി നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ ഹീലായി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ പർപ്പസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ടാസ്കുകളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നെയിം ആൻഡ് ഫെയിം ആൻഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഇല്ലാത്ത കാര്യത്തിനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോഴും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ പർപ്പസ് ആയിട്ട് വരിക. ആൻഡ് ഹോളി എന്താണ്? വിസ്ഡം. അത് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 5 ഇവിടെ 3 തവണ വന്നിട്ടുണ്ട്. ഓക്കെ, 3 തവണ 5 വന്നിട്ടുണ്ട്. സോ അതൊരു ട്രാൻസ്ഫോർമേഷണൽ വിസ്ഡം തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഹോളി എനർജി പറയുന്നത് റാഷണൽ തോട്ട്സും വിഷ് ഫുൾഫിൽമെൻറ്റും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് എന്താണ് റാഷണലായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നതിനോടൊപ്പം നമുക്ക് സംശയങ്ങൾ ഉണ്ടായി വരാം. ഇത് ആക്ച്വലി എൻ്റെ ആഗ്രഹമാണോ അതോ എന്നിൽ നിക്ഷേപിക്കപ്പെട്ട ആഗ്രഹമാണോ? ഇത് ചെയ്യുന്നത് നല്ലതായതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആരാണ്? ലോകം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ്. അത് ശരിയായിരിക്കാം, ഒരു മെജോറിറ്റി ആൾക്കാർ ജീവിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ. അതൊരു ആവറേജ് ലൈഫാണ്. ആ ഒരു ആവറേജ് ലൈഫ് നിങ്ങൾക്ക് മതിയെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ജീവിക്കാം. അതല്ല, നിങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ ഉള്ള ജീവിതം പരമാനന്ദത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനെ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഹോണസ്റ്റി, നിങ്ങളുടെ ട്രൂത്ത്ഫുൾനെസ്സിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കണം. ആൻഡ് വിസ്ഡം അതിനെപ്പോഴും ഹാബിച്വൽ എനർജി എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവണമെന്ന് ആദ്യം ആഗ്രഹം ഉണ്ടോ എന്ന് സ്വയം ചോദിക്കുക. എത്ര പേർക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ട്? നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ, സന്തോഷത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇവിടെ ഉണ്ട് എന്നാണ് നിങ്ങളുടെ ഉത്തരം വരുന്നത് എങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാനായിട്ടുണ്ടോ ജീവിതത്തിൽ? വെറും 1 hour ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. ഒരു ദിവസത്തിൻ്റെ 1 മണിക്കൂർ മതി നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആകാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ 1 മണിക്കൂർ നിങ്ങൾ 15 മിനിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ 15 മിനിറ്റ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. എങ്ങനെയാണ്? ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ
വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് ഫോർ ദ ബോഡി. 15 മിനിറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് നടക്കാം, നിങ്ങൾക്ക് ജോഗ് ചെയ്യാം, എന്തെങ്കിലും തരത്തിലുള്ള ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ ഹാർഡ് കോർ എക്സസൈസോ സ്ട്രിക്ട്ലി എന്നും 15 മിനിറ്റ് നിങ്ങൾ അത് ചെയ്തിരിക്കും. ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ നിങ്ങൾ ഒന്നിച്ചെടുക്കണം എന്നില്ല, 1 hour ആയിട്ട് എടുക്കണം എന്നില്ല. നമ്മൾ 8-8-8 റൂള് എല്ലാവർക്കും അറിയായിരിക്കും. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്നു, 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യാനോ പഠിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നു. ബാക്കി നമുക്കുള്ളത് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ 8 മണിക്കൂറാണ്. അതിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഒക്കെ, നമ്മൾ ട്രാവൽ ചെയ്യാനും റെഡി ആകാനും ഒക്കെ നമ്മൾ സമയം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 1 മണിക്കൂർ മിനിമം. അത് പലപ്പോഴായിട്ടാണെങ്കിൽ പലപ്പോഴായിട്ട്, രാവിലെ 15 മിനിറ്റ്, ഉച്ചയ്ക്ക് 15 മിനിറ്റ്, വൈകിട്ട് അരമണിക്കൂർ എന്നാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ. പക്ഷേ ഇത് നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. അപ്പോൾ 15 മിനിറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു. ഇനി അടുത്ത 15 മിനിറ്റ് നേരം നിങ്ങളൊരു പുസ്തകം വായിക്കാൻ പോവാണ്, നിങ്ങളൊരു ബുക്ക് വായിക്കാൻ പോവാണ്. സോഷ്യൽ മീഡിയയിൽ ആർട്ടിക്കിൾ വായിക്കല്ല, ഒരു റിയൽ ബുക്ക്. അതെപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു ബുക്കെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 10 പേജ്, 10-20 പേജ് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അത് നിങ്ങൾ ഡെയിലി ചെയ്യുന്നു. അതേത് പുസ്തകവുമാകാം, ന്യൂസ് പേപ്പർ അല്ല, ബുക്ക് തന്നെ വേണം. ന്യൂസ് പേപ്പർ വായിക്കുകയേ ചെയ്യരുത്. ഓക്കെ. ഇനി ഇത് നിങ്ങൾക്ക് സമയം സ്പെഷ്യൽ എടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ലഞ്ച് കഴിക്കുമല്ലോ, ആ ലഞ്ച് കഴിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് സ്ക്രോൾ ചെയ്ത് വിടാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭക്ഷണം കഴിക്കുമ്പോൾ പുസ്തകം വായിക്കുന്ന ശീലമായിട്ടൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും മേന്മയും ഗുണവും കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത 3-ാമത്തെ 15 മിനിറ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷനാണ്. 15 മിനിറ്റ്. അതിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ബ്രീതിങ് എക്സസൈസ് ചെയ്യാം, 10 മിനിറ്റ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. എങ്കിലും നിങ്ങൾ 15 മിനിറ്റ് അവിടെ ഇരിക്കും. നിങ്ങളും മെഡിറ്റേഷനും എന്ന രീതിയിൽ നിങ്ങൾ അവിടെ ഇരിക്കും. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഒരു 15 മിനിറ്റ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഒരു 15 മിനിറ്റ് നിങ്ങൾ ജേർണലിങ് ചെയ്യാൻ പോവാണ്. 15 മിനിറ്റ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ജേർണലിങ്ങിൽ? രാവിലെയാണ് നിങ്ങൾ ജേർണലിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, രാവിലെ ജേർണലിങ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റു നിങ്ങളൊരു കപ്പ് കോഫി അല്ലെങ്കിൽ ടീയുമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ഫോർ ദ ഡേ. ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ പ്രൊഡക്റ്റീവ് ആക്കും, ഇന്നലത്തെ എൻ്റെ ദിവസത്തിലെ പ്രൊഡക്ടിവിറ്റിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാതെ വിട്ടു, അതെന്തൊക്കെ ഇനിയും ചെയ്യാനുണ്ട്, വാട്ട് ഈസ് മൈ ഇമോഷൻ ടുഡേ, ഞാൻ ഉറങ്ങി എണീറ്റ സമയത്ത് ഇന്ന് എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, എന്ത് ഫീൽ ചെയ്താലും ഞാൻ എന്തിലേക്കാണ് ആ ഫീലിങ്സ് കൊണ്ടുവരേണ്ടത്. രാത്രിയിൽ കിടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ അവിടെ എഴുതുക. എൻ്റെ ദിവസം ഇന്നതായിരുന്നു, എനിക്കതിന് സന്തോഷമുണ്ട്, എനിക്ക് ലഭിച്ച എല്ലാ കാര്യത്തിനും നന്ദി, എൻ്റെ അടുത്ത ദിവസം എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ടോട്ടൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുക? 15 മിനിറ്റ് വർക്കൗട്ട്, 15 മിനിറ്റ് പുസ്തകം വായിക്കുക, റീഡിങ്, 15 മിനിറ്റ് മെഡിറ്റേഷൻ, 15 മിനിറ്റ് ജേർണലിങ്. യെസ്, നിങ്ങൾ ടോപ്പ് 1% എത്താനുള്ള ദൂരം വളരെ കുറവായി. എത്രയോ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിത വിജയം നിങ്ങൾ ആർജിക്കാൻ പോവാണ്. 10 of coins നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടത്. ദാറ്റ് ഈസ് എ പ്രൂഫ്. എന്താണ് പ്രൂഫ് തരുന്നത്? നിങ്ങൾ അങ്ങനെ ചെറിയ ലെവലിൽ ജീവിക്കേണ്ടവരല്ല, അബണ്ടൻസിൽ ജീവിക്കേണ്ടവരാണ്, സ്റ്റെബിലിറ്റിയിൽ ജീവിക്കേണ്ടവരാണ്. അനിശ്ചിതാവസ്ഥ നിങ്ങൾക്കില്ല, സുരക്ഷിതാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അതിനായിട്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ സറണ്ടർ ചെയ്യുക. ഇങ്ങനെയാണ് സറണ്ടർ ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലൂടെയാണ് സറണ്ടർ ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിക്കും, നിങ്ങളുടെ ഫിനാൻഷ്യൽ അട്രാക്ഷൻ വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് ഒരു കാര്യവും ചേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല, നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരും എന്നുള്ളതാണ്. ആൻഡ്
ഈൽ സ്പിരിറ്റ് പറയുന്നത് ഐഡിയാസ് ടു ലൈഫ് കൊണ്ടുവരാനാണ്. 3 of Wands വന്നിട്ടുണ്ട്. ഐഡിയാസ്, ഈ ഐഡിയാസ് എല്ലാം നിങ്ങളിൽ നിർഗളം പ്രവഹിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മൾക്ക് സമയമുണ്ടായിരിക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു റഷ് പോലെ ഓടിപ്പോയി ബസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ആ പ്രോജക്റ്റ് തീർക്കാനുണ്ട്, വീട്ടിലെ കാര്യം ചെയ്യാനുണ്ട്, കുക്ക് ചെയ്യാനുണ്ട്, കഴിക്കാനുണ്ട്, ഓടുന്ന വഴി വെള്ളം കുടിക്കുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇത് എവിടെ ക്രിയേറ്റിവിറ്റി വരും? നിങ്ങളെന്താണ് മെഷീനാണോ? അല്ല. നിങ്ങളവിടെ ഇരിക്കും, ഒന്ന് സമാധാനിക്കൂ. അത് നിങ്ങൾ സ്വയം നിങ്ങളോട് എപ്പോഴും പറയണം, ഡോണ്ട് റഷ്, ഫീൽ ദ കാം. അതൊക്കെ മെല്ലെ 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 ചെയ്യാം, മെല്ലെ ഫീൽ ചെയ്ത് ചെയ്യാം. ഇത് നിങ്ങളോട് തന്നെ പറയാം. അവിടെയാണ് യു ആർ മെന്റ് ടു എക്സ്പ്ലോർ ദ വേൾഡ് റൈറ്റ് നൗ. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയാൽ മതി. അതിന് ഈ 4 കാര്യങ്ങൾ ധാരാളമാണ്. ഇത് നിങ്ങളിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് റെവലേഷൻസ് ഉണ്ടാക്കി തരും, ഐഡിയാസ് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. റാബിറ്റ് സ്പിരിറ്റ് പറയുന്നത്, ഇതിപ്പോൾ നിങ്ങൾക്കൊരു ലക്കി ടൈമാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു മോശ സമയമില്ല എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ ലക്കി ടൈം ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് ലക്കി ടൈം ഉള്ളത്? സമയത്തിന് ലക്കില്ല, പക്ഷെ നിങ്ങൾക്ക് ലക്കുണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് എക്സ്റ്റേണൽ കണ്ടീഷൻസ്, പുറമേ നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ടായി, അമ്മ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് വഴക്കുണ്ടാക്കി, കൊളീഗുമായിട്ട് വഴക്കുണ്ടാക്കി, എൻ്റെ ബോസ് എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഇരിക്കുമ്പോഴും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ തളർന്ന് വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ പോലും നിങ്ങളിലേക്ക് ലക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഫിനാൻസ് ആയിട്ട് വരും, സന്തോഷമായിട്ട് വരും. അപ്പോൾ ലക്കില്ലേ? ലക്കി ടൈം ഇല്ലേ? യെസ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റിവാർഡുകൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ലക്ക്. ആൻഡ് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നും ചെയ്യാതെ കിട്ടിയ ഭാഗ്യമല്ല എന്ന് മനസ്സിലാക്കുക. എവിടെ നിന്നപ്പോൾ ഈ ഭാഗ്യം വന്നു? മുൻ ജന്മങ്ങളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് ആ ചെയ്തതിനൊന്നും റിവാർഡ് ലഭിച്ചിട്ടില്ല. പക്ഷെ പ്രപഞ്ചം അതൊന്നും കാണാതെ പോവില്ല. എന്ത് കാര്യം ചെയ്താലും അതിന് റിവാർഡ് തരും. പക്ഷെ അത് ഈ സമയത്ത് ഇപ്പോഴാണ് നിങ്ങളത് റിസീവ് ചെയ്യാൻ റെഡി ആയത്. അതുകൊണ്ട് വാരിക്കോരി തരികയാണ്. നമ്മൾ ലക്കി ഡ്രോ ഒക്കെ വിൻ ചെയ്യുന്നവർ, ലോട്ടറി ഒക്കെ വിൻ ചെയ്യുന്നവർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു മോശം കാര്യമായിട്ട് കാണുന്നവരുണ്ട്, നല്ല കാര്യമായിട്ട് കാണുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മുൻപ് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു റിവാർഡ്, മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്ത്, ധനം നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് കണ്ടെടുത്തിരിക്കുന്ന ഒരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ലക്കി ഡ്രോ. കാരണം നിങ്ങൾക്കത് എടുക്കാൻ തോന്നുന്നുണ്ടല്ലോ, അത് തോന്നിയത് ഇതിവിടെ വരാനിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ളതിൻ്റെ വഴി ഓപ്പൺ ആക്കി തന്നിരിക്കുകയാണ് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ച നല്ല പ്രവൃത്തികളുടെ റിവാർഡ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ കുറച്ച് ജോലി ചെയ്യാത്ത ധനമായിട്ട് നിങ്ങൾക്ക് കിട്ടി. കാര്യം നിങ്ങൾ അതിനുള്ള വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇത് മനസ്സിലാക്കുന്നത് നിങ്ങൾ നഷ്ടത്തിനെ കുറിച്ചും ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾക്കൊരു സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഇതും മുൻജന്മത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ കറക്ഷന് പോവുകയും വേണം. ഇവിടെയാണ് ബാലൻസ്. ഇവിടെയാണ് നമുക്ക് ഈ ബോട്ടം എനർജി, ടെമ്പറൻസ്, എല്ലാത്തിനും ബാലൻസ് ഉണ്ടാവുക. പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്, പലതരത്തിലുള്ള മാനസികാവസ്ഥകളുണ്ട്. ലോകം പലതരമാണ്, എല്ലാവരും പലതരമാണ്. ഇതിനെല്ലാം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ്. എല്ലാവരും എന്നെപ്പോലെ ഇരിക്കണമെന്ന് വിചാരിച്ചാൽ ലോകം തന്നെ ബോറടിക്കില്ലേ നിങ്ങൾക്ക്? അല്ല, ഈ ഇന്ന സെക്കൻഡിൽ ഞാൻ ഇന്നത് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ ലോകത്തുള്ള 8 ബില്യൺ ആൾക്കാരും ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് എന്താണൊരു പുതുമയുള്ളത്? ലോകം എങ്ങനെ വളരും? അപ്പം നിങ്ങൾ സങ്കടം ചിന്തിക്കുമ്പോൾ അവിടെ ഇൻസ്പിറേഷൻ ചിന്തിക്കുന്ന ഒരാളുള്ളത് കൊണ്ടാണ് ലോകം വളരുന്നത്. അവിടെ വേറൊരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ വീട് നടന്നു പോകുന്നത്. അങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തതയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കൂടെ പരിശ്രമിക്കുക. എന്നിട്ട് ലൈഫ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര ബ്യൂട്ടിഫുള്ളാണ് ലൈഫ്. അവിടെ
പേടികൾക്ക് സ്ഥാനമില്ല. എല്ലാം ലെറ്റ് ഗോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പേടിയെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. എന്തിനാ പേടിക്കുന്ന? പേടിയില്ല. ചിലർ പ്രേതങ്ങളെ പേടിയാണെന്ന് പറയും. നമ്മളും പ്രേതങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പേടിയാണോ? ശരീരം കാണാത്ത കാര്യത്തിന് നമ്മൾ ആത്മാവ്, ഗോസ്റ്റ് എന്നൊക്കെ പറയും. പക്ഷെ ശരീരമുള്ള നമ്മൾ പ്രേതങ്ങൾ തന്നെയാണ്. അവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതപ്പെട്ട് ഇപ്പോഴും കാണാനും കേൾക്കാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു ശരീരമായിട്ട് ഇരിക്കുന്നു. അവർ ആ പഞ്ചഭൂതത്തിൽ നിന്നും വിഭിന്നമായിട്ട് ആത്മാവിരിക്കുന്നു. ഇനി അവർക്ക് കിട്ടണം ഒരു പഞ്ചഭൂത നിർമ്മിതമായ ബോഡി, ഒരു ശരീരം. അപ്പോൾ അവർക്ക് പുനർജന്മം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പേടിച്ചവർ മനുഷ്യരായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അവരെ പേടിയില്ല. ഇതൊക്കെ മായയാണ്, ഇതൊക്കെ ഇല്യൂഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിനെ വളരെയധികം ആസ്വദിക്കാനായിട്ടും റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് കൊണ്ടുപോകാനായിട്ടും വൾണറബിലിറ്റിയെ ഭയപ്പെടാതിരിക്കാനായിട്ടും ശ്രമിക്കുക. മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഇപ്പം എല്ലാവരും കാണിക്കില്ല, പ്രകടിപ്പിക്കില്ല. നിങ്ങൾക്ക് സന്തോഷം തോന്നി, സന്തോഷമാണെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ സന്തോഷം പോവുകയും ചെയ്യും, കണ്ണ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ സന്തോഷിക്കുന്നു എന്നറിയുമ്പം അവൻ എന്നോട് ദേഷ്യം, അവൾക്ക് എന്നോട് അസൂയ, ഇതൊക്കെ വരും. ഇതൊക്കെയാണ് ലോകം ഇന്ന് കലിയുഗം എന്ന് പറയുന്നതിൻ്റെ പ്രഭാവം ഇങ്ങനെയാണ്. ഒരാൾ ചെയ്ത ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടു, ഒരു വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ പ്രാക്ടീസ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ലതാണ് നിങ്ങൾ ചെയ്തത്, എനിക്കത് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും കുറഞ്ഞു പോകുന്നില്ല, നിങ്ങളുടെ വില കുറഞ്ഞു പോകുന്നില്ല. അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്താൽ, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്താൽ നമ്മുടെ വില കുറഞ്ഞു പോകുന്നുള്ളത് പോലെയാണ് എല്ലാവരും. ഒരു മെസ്സേജ് അയച്ചാൽ അത് കണ്ടാലും മറുപടി തരാതിരിക്കുക, തോന്നുമ്പോൾ തരിക. ഓക്കെ, ജെനുവിൻലി ബിസി ആയിട്ടുള്ളവർ അത് പ്രശ്നമല്ല. അങ്ങനെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണുള്ളത്. പക്ഷെ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് വരുന്നത്, ഇപ്പം തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പണിയില്ലെന്ന് അവർ വിചാരിക്കും, ഞാനെന്തോ എപ്പോഴും അവൈലബിൾ ആണെന്ന് വിചാരിക്കും, അതുകൊണ്ട് എനിക്ക് വാല്യൂ ഇല്ല. ഇതൊരു വിഷയമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയാലും അവർക്ക് വിലയില്ലാതെ വരുന്നു. നിങ്ങൾക്കും അത് തന്നെയാണ്. എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നിനോടും വാല്യൂ ഇല്ല. അതൊക്കെ മനുഷ്യൻ്റെ വീക്ക്നെസ്സുകളാണ് ഇതൊക്കെ. ആ വീക്ക്നെസ്സിനെയൊക്കെ മറികടക്കുമ്പോഴാണ് നിങ്ങൾ ദൈവികതയിലേക്ക് എത്തുക. ഓക്കെ, മനുഷ്യന് വീക്ക്നെസ്സുകളുണ്ട്. നമ്മളിപ്പോൾ എന്ത് മെഷീൻ ഉണ്ടാക്കിയാലും അതിന് ഡ്രോബാക്സ് ഉണ്ടല്ലോ, അല്ലേ? എന്തിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ക്രിയേറ്റർ നമ്മളെ ഉണ്ടാക്കിയപ്പോൾ കുറേ വീക്ക്നെസ്സുകൾ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീക്ക്നെസ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. നമ്മളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീസിയേഷൻ, ലവ്, ലേണിംഗ്, ഇതിനെ ഒന്നും റീപ്ലേസ് ചെയ്യാൻ ഈ ലോകത്തൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഈസ് ടു ഹൈ. ദൈവികമായ വൈബ്രേഷൻ, അതിലേക്കാണ് നിങ്ങൾ എത്തുക. ശരിക്കും ഗോഡ് വൈബ്രേഷൻ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി കള്ളെന്ന് പറയും. അത്രയും സ്പീഡിലാണെന്ന് പറയും. പക്ഷെ അത്രയും സ്പീഡിലെത്തണമെങ്കിൽ നമ്മൾ ഇത്രയും കാമറായിട്ടിരുന്ന് കാര്യങ്ങൾ റെസ്പോൺസിബിളായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അത്രയും സ്പീഡിലെത്താനാവുക. അതായത് മനസ്സുകൊണ്ട് നിങ്ങൾ ശാന്തതയിലും പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ, ചിന്തകൾ കൊണ്ട് നിങ്ങൾ ഇലക്ട്രിഫൈങ് ആവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ഒരു ബ്യൂട്ടിഫുൾ റെവലേഷൻ തരുന്നൊരു റീഡിംഗ് ആയിരുന്നല്ലേ. ഐ ഫീൽ ടു ഗുഡ് ആഫ്റ്റർ റീഡിങ് ദിസ്. നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുതിയ അറിവുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പേഴ്സണൽ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പല പല വിഷയങ്ങൾക്ക് വേണ്ടി, അതുപോലെ സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, സ്പിരിച്വൽ ഗൈഡൻസ്, മെഡിറ്റേഷൻ, ഇതിനെല്ലാം. ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടാരറ്റ് റീഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ
നമ്മുടെ ചാനലിൻ്റെ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. ടാരോ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒക്കൾട്ട് സബ്ജക്റ്റാണ്, പക്ഷേ ആസ്ട്രോളജി പഠിക്കുന്നത് പോലെ അത്രയും എഫേർട്ട് കൊടുക്കേണ്ട, ബിക്കോസ് ദിസ് ഇസ് മോർ ഓഫ് എ സൈക്കോളജിക്കൽ ലെസൺ ദാൻ പ്ലാനറ്ററി കാൽക്കുലേഷൻസ്. ആസ്ട്രോളജി മുഴുവൻ കണക്കാണ്. കണക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഐ നെവർ ഹാഡ് എ ക്ലൂ ദാറ്റ് അതെനിക്കൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ബേസിക്കലി ഞാൻ എൻജിനീയറിങ് സൈഡാണ്, അതുപോലെ ഡിസൈനിങ് സൈഡാണ്, ആൻഡ് മാനേജ്മെൻറ്റ് സൈഡാണ്. ഇതെല്ലാമാണ് എൻ്റെ പ്രൊഫഷണൽ സൈഡ്. എങ്കിലും എനിക്ക് ആസ്ട്രോളജി പോലെയുള്ള ഒക്കൽ സബ്ജക്റ്റിനോടുള്ള താല്പര്യമാണ് ഇതും കൂടി എനിക്ക് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് എന്നെ ഇപ്പോൾ അനുവദിക്കുന്നത്. അത് എൻ്റെ ജേണിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. നമ്മളിതിൽ നിന്ന് ഒരു അംഗീകാരവും ഒരു രൂപയും ഒന്നും പ്രതീക്ഷിച്ചിട്ട് പഠിച്ചു തുടങ്ങിയതല്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് പഠിച്ചു തുടങ്ങിയതാണ്. അത് പഠനം ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ, എത്രയോ ആഴ്ചകൾ, എത്രയോ മാസങ്ങൾ തല പുകഞ്ഞിരുന്ന് പഠിച്ചിട്ടുണ്ട്. അത് ആ പഠിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിലാണ് പഠിച്ചത്. ആ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ടാരോ ഓപ്പണായി വരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ടാരോ ഇസ് വെരി മച്ച് ഈസിയർ. പറഞ്ഞു വന്നത് അത് തന്നെയാണ്, സൈക്കോളജിക്കൽ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊരു സൈക്കോളജിക്കൽ ഫീൽഡിൽ പ്രൊഫഷണലി നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ ഈ വിഷയം പഠിക്കുന്നത് നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾ കൂടുതൽ ഹീലിംഗ് വളരെ അനായാസമായിട്ട് കൊടുക്കാനായിട്ട് നിങ്ങളെയും കൂടെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തേക്കുള്ള ഒരു വിഷയം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിന്ന് ഞാൻ ഒരുപാട് റെസ്പോൺസസ് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്കിത് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് അറിയാനായിട്ട് വളരെയധികം ആകാംക്ഷയുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വലി എലിവേറ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ all of you all take care. Bye.